ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണേ. അതായത് ആത്മയുടെ മീറ്റിംഗ് നടക്കുന്ന ദിവസമാണ്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ കണ്ടു പിരിഞ്ഞവരൊക്കെ ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യാൻ പോവാണ്. ഒരു എന്താ പറയുക, ഒരു മീറ്റപ്പ്. എല്ലാവരും കൂടെ ഒന്നിച്ചൊന്ന് സംസാരിക്കുക, എല്ലാവരുടെയും പ്രശ്നങ്ങൾ സംസാരിക്കുക, എല്ലാവരുടെയും സന്തോഷങ്ങൾ ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരു ദിവസമാണ് ഇന്ന്. അപ്പൊ ഇന്ന് കൂടെ അമ്മയും ഉണ്ടേ കൂടെ. അതായത് ഒരു 6-7 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ അവിടെ ഒരു ആത്മ മീറ്റിംഗ്. നമ്മുടെ 7 വർഷം ആയിട്ടില്ല, 5-6 ഒരു കൊല്ലം കുറയ്ക്കാം. 6 വർഷത്തിന് ശേഷമാണ് ആത്മ മീറ്റിങ്ങിന് വേണ്ടിട്ട് പോകുന്നത്. എപ്പോഴും ഞാൻ പോണ പോലെ ഇതിന് ഞാൻ കൂടെ ഇങ്ങനെ കൂടെ ഉണ്ട്. അത് മോസ്റ്റ്ലി ട്രിവാൻഡ്രത്താണ് നടക്കുക കേട്ടോ ആത്മയുടെ മീറ്റിംഗ്. അപ്പോൾ എനിക്ക് കുറച്ച് നാളുകളായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒന്നെങ്കിൽ നമ്മുടെ കൊറോണയുടെ ടൈമിലൊക്കെ നമ്മൾ ചെന്നൈയിലായിരുന്നു. പിന്നെ ആ ഒരു പീരീഡ് തൊട്ട് എനിക്ക് തോന്നുന്നു പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ കാരണമായിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നാണ് ഒരുപാട് നാൾക്ക് ശേഷം ഒരുപാട് പേരെ ഒന്നിച്ച് കാണാൻ പോകുന്ന ദിവസം. അപ്പോൾ പോവാം, കമോൺ. അങ്ങനെ ഞങ്ങൾ ആത്മയുടെ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ സ്ഥലത്തെത്തിയ SP ഗ്രാൻഡിൽ വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ മീറ്റിംഗ് നടന്നത് ട്രിവാൻഡ്രത്ത്. അപ്പോൾ ദാ എല്ലാ ആർട്ടിസ്റ്റുകളും കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ നേരെ പോയി ഒപ്പിട്ടപ്പോഴത്തേനും ഈ ടാഗ് പോലത്തെ സാധനം കിട്ടി. അപ്പോൾ സ്വാസിയും മാൻവിക്കുട്ടിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നേ. മാൻവിക്കുട്ടിയുടെ കയ്യിലൊക്കെ തവളയുടെ കവർ കേട്ടോ, നല്ല രസമുണ്ടല്ലോ കാണാൻ. പിന്നെയാണ് ഞങ്ങൾക്ക് ഒരേ ബ്രേസ്ലെറ്റ് ഉള്ള കാര്യം ഞങ്ങൾ കണ്ടുപിടിച്ചത് കേട്ടോ. രാജീവൻ്റെ കുഞ്ഞിപ്പെങ്ങളായിട്ട് ഒരു 10 വർഷം മുമ്പ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. വേദിയിലിരിക്കുന്ന ഓരോരുത്തരും അങ്ങനെ പ്രസംഗിച്ച് തുടങ്ങി കേട്ടോ. അങ്ങനെ വളരെ ഐശ്വര്യമായിട്ട് ഞങ്ങളുടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഗണേശേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഗണേശേട്ടന് പൊന്നാട ഇട്ട് കേട്ടോ. ദിനേശേട്ടനാട്ടോ പൊന്നാട അണിഞ്ഞത്. അതിനുശേഷം ഗണേശേട്ടൻ പ്രസംഗിച്ച് തുടങ്ങി. നമ്മുടെ ആത്മയുടെ ഒരു അഹങ്കാരം തന്നെയാട്ടോ ഗണേശേട്ടൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അക്ഷയ ഒന്ന് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നില്ല, ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നത് അക്ഷയനെ കാണിച്ച് കൊതിപ്പിക്കുമായിരുന്നു കേട്ടോ. മിസ് യു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ടീ ബ്രേക്ക് ആയി കേട്ടോ. നല്ല കേക്കും ചായയും തന്നു. സ്വാസി കഴിച്ചില്ല കേട്ടോ, അവൾക്ക് ഡയറ്റാന്ന് പറഞ്ഞതുകൊണ്ട്. ഞങ്ങൾക്ക് പിന്നെ ഡയറ്റും തേങ്ങയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ രണ്ടുപേരും അടിപൊളിയായിട്ട് ചായ കുടിച്ചു. ആത്മ ചെയ്ത നല്ല നല്ല കാര്യങ്ങളും പിന്നെ റിപ്പോർട്ട് വായനയൊക്കെ പറഞ്ഞതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളായിട്ട് ഒരു 3-4 വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നവർക്കൊക്കെ ഒരു ക്യാഷ് പ്രൈസ് ഗണേശനും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് അവിടെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കയറി നിന്ന് വേദിയിൽ പറയാം കേട്ടോ. ആ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ തരുന്നുണ്ട്. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞു. കുറെ നാളായി ഞാനും പെട്ടായിരുന്നു. അവിടെ നിന്ന് പിരിയാൻ നേരമായപ്പോൾ തന്നെ ഓരോരുത്തരായിട്ട് കാണാൻ തുടങ്ങിയത്. ഷാലുനെ കണ്ടു, പിന്നെ അച്ചുച്ചിനെ കണ്ടു, പിന്നെ ദിനേശ് ഏട്ടൻ, ഉഷ ആൻറ്റി, നിവി ചേച്ചി, പിന്നെ ഒരു ഊമക്കുട്ടി, നിങ്ങളുടെ പ്രിയപ്പെട്ട ഊമക്കുട്ടി. ഇതെൻ്റെ അമ്മയുടെ ഫ്രണ്ടാണ്, പഴയ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. അപ്പോൾ അമ്മേനെ ഒരുപാട് അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞു. പിന്നെ ബീന ചേച്ചി, അങ്ങനെ ഇഷ്ടംപോലെ പേരെ കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഞങ്ങൾ വരണ വഴിക്ക് ചെറിയൊരു ഷോപ്പിംഗ് നടത്തി കേട്ടോ. ആക്ച്വലി ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചത് കേട്ടോ വീഡിയോ ഒക്കെ. പിന്നെ നമ്മൾ പെണ്ണുങ്ങളെ പറ്റി അറിയാമല്ലോ, നമ്മൾക്കിങ്ങനെ ഷോപ്പ് ചെയ്യാൻ അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ കളർഫുള്ളായിട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണും മഞ്ഞളിച്ചു പോകും. അപ്പോൾ അതുപോലെ മഞ്ഞളിച്ചു പോയി ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ തിരിച്ച് എല്ലാം എടുത്ത് ഇങ്ങനെ സെറ്റപ്പ് ആക്കി ഇങ്ങനെ വെച്ചിട്ട് എടുക്കാന്നേ. ഞാൻ കാണിച്ചിട്ട് എന്തൊക്കെയാണ് കാണിച്ചത്. അതെ, കേൾക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഭയങ്കര ഷോപ്പിംഗ് 1-2 ഐറ്റം ഉള്ളൂ കേട്ടോ. ഇപ്പൊ കഞ്ചര ഇത് എൻ്റെ ഒരു ഫുഡ് ബാസ്ക്കറ്റ് ആണ്. ഞാൻ ലൊക്കേഷനിൽ പോകുമ്പോൾ എൻ്റെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ഫുഡ് സാധനങ്ങൾ, കുറച്ച് ഫ്രൂട്ട്സ്, അതുപോലെ ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന കറി, അതൊക്കെ ഇട്ടിട്ട് പോകാനായിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് വാങ്ങിച്ചു. പിന്നെ ഒരു നോട്ടും 2 പെന്നും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഏതിനാണ് വാങ്ങിച്ചതെന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഒരു വെറ്റ് ടിഷ്യൂ വാങ്ങിച്ചിട്ടുണ്ട് മേക്കപ്പ് കളയാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മേക്കപ്പ് പൗച്ച്, അത്യാവശ്യം മേക്കപ്പ് സാധനങ്ങൾ കേട്ടോ, വല്ല പൗഡറോ ചീപ്പോ അങ്ങനെ വെക്കാൻ വേണ്ടി വാങ്ങിച്ചാണേ. പിന്നെ ഇത് എൻ്റെ ഡ്രസ്സുകൾ വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു ബാഗാണ്. ഇത് കുറേ ഡ്രസ്സ് കൊള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. ഇത് കണ്ടോ, എക്സ്റ്റൻഷൻ സിബ്സ് ഉണ്ടെന്നറിയാം. ഇത് ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാവേ. കണ്ടോ, ഇത്രയും അത് വലുതാവും. കണ്ടപ്പോ എന്ത് ചെറുതായിട്ടായിരുന്നേ, ഇപ്പൊ നോക്കിയേ. അപ്പം അങ്ങനെ വളരെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. കുറേ നാൾക്ക് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ പേര് ഒന്നിച്ച് കണ്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ സ്നേഹം കാണുമ്പോണ്ടല്ലോ എല്ലാവർക്കും ഭയങ്കര സ്നേഹത്തോടെ കേട്ടോ മോളേ മോളേ എന്ന് വിളിക്കണേ. എല്ലാ അമ്മമാരുടെയും
ചേട്ടന്മാരുടെ ആണെങ്കിലും നമ്മുടെ ബിഗ് ബ്രദേഴ്സിൻ്റെ ഒക്കെ ഒരു സ്നേഹം കാണുമ്പോഴല്ലോ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ശരിക്കും ഒരു സ്നേഹം നിറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ നല്ലൊരു ദിവസം, അതിന് ദൈവത്തിനോട് 1000 നന്ദി. ഇന്ന് എനിക്ക് അവിടെ പോകാൻ പറ്റുന്ന തന്നെ ഒരു വലിയൊരു അനുഗ്രഹമാണ് അല്ലേ അമ്മ? പിന്നെ എന്നെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ട്, അമ്മയുടെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ എല്ലാവരുടെയും സ്നേഹം കിട്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ഭയങ്കര ഇവിടെ വരെ നിറഞ്ഞിട്ട് നേരെ ഇങ്ങനെ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ? അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി, ഞങ്ങളുടെ ആത്മാ ഫാമിലി നിങ്ങൾ കണ്ടില്ലേ? സോ ഇതാണ് ഞങ്ങൾ. അപ്പോൾ ടാറ്റ ബൈ.